വിശ്വാസി സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? എന്തുകൊണ്ടാണ് വിശ്വാസി സമൂഹം ഖൈറു ഉമ്മത്തായത്, ഉത്തമ സമുദായമായത്? വിശുദ്ധ ഖുർആൻ പറയുന്നത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോഴാണ് മുസ്ലിം സമൂഹം ഉത്തമ സമുദായമായി തീരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, ചുമതല, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അംറും ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകർ, നന്മ സ്ഥാപിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണ്. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്. ഔലിയാഉ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് യഅ്മുറൂന ബിൽ മഅറൂഫി അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു. വയുഖീമുന സ്വലാ, നമസ്കാരം നിലനിർത്തുന്നു, നൽകുന്നു. വയുതിഊന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അവരനുസരിക്കുകയും ചെയ്യുന്നു. അവർക്ക് അല്ലാഹു കരുണ ചെയ്യും. ദീന് നിലനിൽക്കണമെങ്കിൽ, ദീന് സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസികൾ ഈ ഉത്തരവാദിത്തം നിർവഹിച്ചേ മതിയാവും. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്, ദീന് ഒന്നായിട്ട് നശിക്കുകയില്ല, തുടച്ചു മാറ്റുകയില്ല, അല്ലെങ്കിൽ അത് ഇല്ലാതാവുകയില്ല. ഒരാൾ വസ്ത്രം ഊരുന്നത് പോലെ പടിപടിയായിട്ടാണ് ദീന് സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാവുക. അത് ഇല്ലാതെയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ നന്മ കൽപ്പിക്കുകയോ തിന്മ തടയുകയോ ചെയ്യാത്തതായിരിക്കും. ഇപ്പൊ നമ്മുടെ ദൗത്യം നിർണയിച്ചു തന്നിട്ടുണ്ട്. അത് നിർവഹിക്കാതിരുന്നാൽ ഉണ്ടാവുന്ന നഷ്ടം ഇസ്ലാമിൻ്റെ തന്നെ നിലനിൽപ്പിന് അതെന്ത് ചെയ്യും? പരിക്കേൽപ്പിക്കും. ബദഅ അൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദഅ. ഇസ്ലാം വളരെ അപരിചിതമായിട്ടാണ് ആരംഭിച്ചത്. ഒന്നോ രണ്ടോ ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്ഭുതമുണ്ടായ കാലം. പിന്നീട് എതിർപ്പുണ്ടായി, ബഹിഷ്കരണങ്ങളുണ്ടായി, നാടുകടത്തലുണ്ടായി, പീഡനങ്ങളും മർദ്ദനങ്ങളും ഉണ്ടായി. ഫസയഊദു കമാ ബദഅ, എങ്ങനെയാണോ ഈ ദീൻ ആരംഭിച്ചത് അതുപോലെ തന്നെ അത് മടങ്ങും. ഫതൂബാ ലിൽ ഖുറബാ, അപ്പോൾ ഖുറബാകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. വമനിൽ ഖുറബാ യാ റസൂലല്ലാഹ്, ആരാണ് ഈ ഖുറബാ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടുവരുത്തിയതിനെ നന്നാക്കുന്നവരായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന സമൂഹമായിരിക്കും. അവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. തുടങ്ങിയതുപോലെ തിരിച്ചു പോകുന്നൊരു കാലം ഇസ്ലാമിന് വരും. അപ്പൊ എന്തുകൊണ്ടാണ് ആ സമയത്തും ഇതിൻ്റെ നിലനിൽപ്പ് ഈ ദൗത്യം നിർവഹിക്കുന്നവരിൽ മാത്രമാണ്. അതുകൊണ്ട് ലുക്മാൻ അലൈഹിസ്സലാം മകനോട് കൊടുക്കുന്ന ഉപദേശത്തിൽ അദ്ദേഹം പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ് സ്വലാത്ത, നീ നമസ്കാരം നിലനിർത്തണം. നമസ്കാരത്തിന് സമയമുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് ചെയ്യണതിനാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയാം. ഇപ്പൊ ജുമായുടെ സമയം ഏതാണ്? ഖത്തീബ് മിമ്പറിൽ കയറുമ്പോൾ ജുമായുടെ സമയം തുടങ്ങി. ഖത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഒരാൾ വന്നാൽ അയാൾ ജുമായിൽ പങ്കെടുത്തില്ല. എന്നാൽ ഖുതുബ എന്താണ്? ജുമായുടെ ഭാഗമാണ്. ആ അതുകൊണ്ട് ഖത്തീബ് പങ്കെടുത്തതിന് ശേഷം ഒരാൾ ജുമാക്ക് വന്നു. അങ്ങനെ 3 ജുമാക്ക് വന്നാൽ അയാളുടെ ഈമാനിന് അല്ലാഹു സീല് വെക്കും. വന്നിട്ടുണ്ട് അയാൾ ജുമാക്ക്, പക്ഷെ ഖുതുബ നടക്കുമ്പോൾ അയാൾ വരാത്തതുപോലെയാണ്. 3 ജുമാ ഒരാൾക്ക് മിസ്സായാൽ അയാളുടെ ഈമാന് പിന്നെ അല്ലാഹു എന്ത് ചെയ്യും? സീല് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇഖാമത്തു സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ട, ഞാനത് വിശദീകരിക്കണില്ല. സമയബന്ധിതമായി നിർവഹിക്കുക. യാത്രക്കാരല്ലാത്ത എല്ലാ ആളുകൾക്കും അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്.
എന്നിട്ട് പറയാണ് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് വസ്ബിർ അലാ മാ അസാബക്. നീ നന്മ കൽപ്പിക്കുക, തിന്മ തടയുകയും ചെയ്യുക. അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോ ലുക്മാൻ മകന് കൊടുക്കുന്ന ഉപദേശം അതാണ്. സഈദ് ഇബ്നു മുസയ്യബ് റഹിമഹു അദ്ദേഹം പറയാണ്, ഇദാ അമർത ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിച്ചു, വനഹൈത അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് ആളുകളെ തടഞ്ഞു, ഫലാ യദുറുക മൻ ളല്ല, നിന്റെ ബാധ്യത അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അയാൾ കേടുന്നു, പറഞ്ഞതനുസരിച്ചില്ല, അയാൾ നന്നായില്ല, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കില്ല. ഫലാ യദുറുക മൻ ളല്ല, ഈ ദൗത്യം ചെയ്താൽ അത് സ്വീകരിക്കാതെ അംഗീകരിക്കാതെ പഴയ പോലെ തോന്നിവാസം ചെയ്ത് നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കില്ല. വ്യക്തിയായാലും സമൂഹമായാലും രാജ്യമായാലും ഭരണകൂടമായാലും എനിക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ യദുറുക മൻ ളല്ല, പക്ഷെ നമ്മളിത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഇഖാമത്തുസ്സലാത്താണ്. ഖുർആൻ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞു. ഇഖാമത്തുസ്സലാത്തിന്റെ തൊട്ടുടനെ പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതാഉസ് സക്ക, പിന്നെ പറഞ്ഞ് അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ. അപ്പൊ ഞാൻ നിസ്കരിക്കണ്ടല്ലോ, സമയബന്ധിതമായിട്ട് തന്നെ നിസ്കരിക്കണ്ടല്ലോ എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തം തീർന്നില്ല. ആരാധനകളും അനുഷ്ഠാനങ്ങളും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് ഈ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് എനർജിയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തിനു വേണ്ടി മാത്രമുള്ള സാധനമല്ല, അതൊരു ഇബാദത്താണ്. അതേസമയം അതിൻ്റെ എനർജി എന്താണ്? തിന്മയിൽ പോവാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഔഷധമായിരിക്കണം ഏത്? നമ്മുടെ നമസ്കാരം. അപ്പോൾ നിസ്കാരം സ്വീകരിച്ചോ അല്ലേ എന്ന് അറിയണമെങ്കിൽ പള്ളിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തു പോയി 10 മിനിറ്റ് നിന്നാൽ മനസ്സിലാവും നിസ്കാരം, ഈ മനുഷ്യന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയും. അപ്പൊ അതുകൊണ്ട് ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലെ നിഷേധികൾ അള്ളാഹു ശപിക്കപ്പെട്ടു. അലാ ലിസാനി ദാവൂദ് വഈസ ഇബ്നു മറിയം, ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെയും ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയും നാവ് കൊണ്ട് അവര് ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഈ ഇസ്രായേൽ വംശത്തെ എന്ത് ചെയ്തു? ശപിച്ചു. അവർ ശപിക്കാനുള്ള കാരണം എന്താണ്? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, തിന്മ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തില്ല? തടഞ്ഞില്ല. യതനാഹൗൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ തടഞ്ഞില്ല. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്. സത്യവിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും തിന്മയിൽ നിന്ന് പരസ്പരം മാറി നിൽക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുക എന്നാണ് സത്യവിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതവരൊരു വസിയത്തായി നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ഒരു തിന്മ നിങ്ങളുടെ മുന്നിൽ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് അതിനെ തടയണം. അതിന് സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം. അതിന് സാധിച്ചില്ലെങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് അകലം പാലിക്കണം. ഹൃദയത്തിൽ അതിനോട് അനിഷ്ടം, നീരസം ഉണ്ടാവണം. ദാലിക അദ്അഫുൽ ഈമാൻ. അത് അവസാനത്തെ പടിയാണ്. പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ, ഈ മൂന്നിലൊരു പ്രോസസ്സ് അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഈമാൻ ഇല്ല. അത് ദുർബലമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കുടുംബനാഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്താണ്? കുടുംബത്തിൽ നന്മ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തിന്മ ഉണ്ടെങ്കിൽ അത് തടയാന്നുള്ളതാണ്. അതുപോലെ തന്നെ സംഘടനകളുടെ ഉത്തരവാദിത്തത്തിൽ പ്രധാനപ്പെട്ട എന്താണ്? സമൂഹത്തിൽ നന്മ സ്ഥാപിക്കുകയും തിന്മ വിഭാഗം ചെയ്യുകയും ചെയ്യുക എന്നാണ്. അതുപോലെ എല്ലാ വിഭാഗം മുസ്ലിം ഉമ്മത്തിന്റെ എന്തൊക്കെ കൂട്ടായ്മകളുണ്ടോ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട പണിയെ തന്നെയാണ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അതുകൊണ്ട്
നന്മ കൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബാധ്യതയാണ്. അത് നിർവഹിക്കാത്ത ഒരാൾ ഈ ഉമ്മത്തിന് ദൗത്യം നിർവഹിക്കാത്ത മനുഷ്യനാണ്. കമ്പനിയിൽ ജോലി ചെയ്യാത്ത ജീവനക്കാരനെ പോലെയാണ്. കമ്പനിക്ക് അയാൾക്ക് എന്തൊക്കെ പണിഷ്മെന്റ്, നല്ല കൂട്ടും ഷൂട്ടും അതുപോലെ കറക്റ്റ് പഞ്ചിങ് ആണ്, അതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ പണിയെടുക്കൂല. അതേപോലെയാണ് നിസ്കാരം നോമ്പൊക്കെ കറക്റ്റാണ്, പക്ഷെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്തില്ല, ചെയ്യണില്ല. അപ്പൊ അതുപോലെയാണ് ഉമ്മത്തിന്റെ. അതുകൊണ്ട് ഉമ്മത്തിന്റെ പ്രതാപം വർദ്ധിക്കുന്നത് ഈ ഉമ്മത്ത്, ഈ സമൂഹം, ഈ സമുദായം. അല്ലാതെ നമ്മള് ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും കൃത്യത പാലിച്ചാൽ അത് നല്ലതാണ്, അതിന് കുഴപ്പമില്ല എന്നല്ലാതെ അതിന് അനിവാര്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ ഉമ്മത്തിന്റെ പ്രതാപം വർദ്ധിക്കയില്ല. അവരെ ഉത്തരവാദിത്തം നിർവഹിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ. ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? ഏറ്റവും വലിയ ധർമ്മ സമരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കലിമത്തു അദ്ൽ എന്നാണ്, ചില ഹദീസിൽ കലിമത്തു ഹഖ്ഖിൻ എന്നതുമുണ്ട്. സത്യം, അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. ഭരണാധികാരി ലൈസൻസ് വിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പാർട്ടിയാണ്, എൻ്റെ സംഘടനയാണ് എന്നൊന്നും കരുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനനുകൂലിക്കാൻ പറ്റില്ല. അക്രമമാണ്, അനീതിയാണ് ഭരണാധികാരി ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിളിച്ചു പറഞ്ഞ ധർമ്മസ്ഥല. ഇപ്പൊ വിളിച്ചു പറഞ്ഞു, അയാൾ നന്നായില്ല, ലാ യദുറു മൻ ദൽ, നന്നാവാത്തോണ്ട് നിനക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ നീ നിന്റെ പണി ചെയ്യണം. അവരവരെ വഴിക്ക് മുന്നോട്ട് പോകുന്നു. പക്ഷേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൗത്യം നിർവഹിക്കാതിരിക്കാൻ യാതൊരു ന്യായവും ഇല്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, ഹുദൈഫ, എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളുടെ ഫിത്നയെ കുറിച്ച് പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? കാലം അങ്ങനെ വർദ്ധിക്കുമ്പോൾ ആളുകൾ പല ഫിത്നകൾ ഉണ്ടാവും. നിന്റെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അറിവുണ്ടോ? അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. നബി തിരുമേനി പറയുന്നു, ഫിത്നത്തുർ റജുലി, ആളുകളിൽ അള്ളാഹു പല പരീക്ഷണങ്ങൾ ഉണ്ടാക്കും. ഒന്ന് അയാളുടെ സമ്പത്തിൽ, കുടുംബത്തിൽ, അതുപോലെ സന്താനങ്ങളിൽ, അയൽവാസികളിൽ, ഇങ്ങനെ പല പരീക്ഷണങ്ങളും അയാളുടെ. ആ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു തടുക്കും. തുകഫിറുഹാ അസ്സല, നിസ്കാരം കൊണ്ട് ഒരു പരിധിവരെ ഉപദ്രവങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും, നീക്കും. വസ്സദഖ, സദഖ കൊണ്ട് നീക്കും. വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ അതുവഴി അയാൾ ഉണ്ടാവുന്ന വിപത്തുകളെയും പരീക്ഷണങ്ങളെയും അല്ലാഹു തടുക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു. ഒന്നെന്താണ്? നമസ്കാരമാണ്, മറ്റൊന്ന് സ്വതക്കയാണ്, മറ്റൊന്ന് അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ. അതുകൊണ്ടാണ് സ്വതക്കയുടെ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഒന്നാമത്തെ പ്രതിഫലം തുകഫിറുഹ സ്വലാ വസ്സദഖ വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യൻ, പാപങ്ങൾ അല്ലാഹു എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. അപ്പൊ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിന് അഡീഷണൽ ബെനഫിറ്റ് കൊടുക്കണം. എന്താണ്? ആ ഉത്തരവാദിത്വം നിർവഹിച്ചതിന്റെ പേരിൽ അയാളുടെ പാപങ്ങൾ അല്ലാഹു കൊടുക്കും. ഏത് കർമ്മത്തിനും അല്ലാഹു അത് ഓഫർ ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിനുണ്ട്, സക്കാത്തിനുണ്ട്, നോമ്പിനുണ്ട്, ഹജ്ജിനെമ്പാടുണ്ട്. ഹജ്ജ് ചെയ്താലുള്ള തന്നെ പ്രതിഫലം എന്താണ്? ഒരു ഉമ്മ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തിരിച്ചു വരുമെന്നാണല്ലോ ഹജ്ജിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഏറ്റവും പ്രധാന ഫർ. അതുകൊണ്ട് നന്മ സമൂഹത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി ഒരാൾ പ്രയത്നിച്ചു. തിന്മ ഉണ്ടാവുമ്പോൾ നന്മയുടെ കാര്യത്തിൽ ഒരു ബലപ്രയോഗം പാടില്ല, ഒരു പരുഷമായ സംസാരവും പാടില്ല. നന്മയുടെ കാര്യത്തിൽ എന്താണ്? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, ഇസ്ലാമാണ്. അതുകൊണ്ട് അതിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം, ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കാം, അതിനെ റിജക്റ്റ് ചെയ്യാം, അതിനെ തിരസ്കരിക്കാം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ആളുകൾ നന്നാവാൻ വേണ്ടി കുട്ടികളെ ജൂതന്മാരാക്കാൻ വേണ്ടി നേർച്ച ചെയ്യും. മദീനയിലെ ആളുകൾ കുറെ കുട്ടികൾ, 3 കുട്ടികളുടെ ഒരു കുട്ടീനെ എന്ത് ചെയ്യും,
അവനെ നേർച്ച, അവൻ ജൂതനാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു, ഇസ്ലാം പടർന്നു പന്തലിച്ചു, ഇസ്ലാമിന്റെ നന്മയും സൗന്ദര്യവും ആളുകൾ. സ്വാഭാവികമായിട്ടും വാപ്പാക്കും ഉമ്മാക്കും ഒന്നുണ്ടാവും, ആ കുട്ടീനെ തിരിച്ച് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ കുട്ടികളാകുമ്പോൾ കുറച്ച് ബലപ്രയോഗം നടത്തും. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. സ്വന്തം മക്കളാണെങ്കിലും നന്മയുടെ കാര്യത്തിൽ ബലപ്രയോഗമോ വടിയോ കുത്തോ ഒന്നുമില്ല. ഇല്ല, അടിച്ചിട്ടൊരു കാര്യം സ്ഥാപിക്കുക എന്നുള്ള ഇസ്ലാമിലില്ല. ഇല്ല, അധ്യാപകനായാലും ശരി വാപ്പയായാലും ശരി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നന്മ സ്ഥാപിക്കുക എന്നുള്ള യാതൊരു നിർബന്ധമില്ല. നിർബന്ധം പിടിക്കില്ല, അതായത് അവരെ ഫലപ്രയോഗം ചെയ്യാൻ പാടില്ല. അതേസമയം തിന്മ ഉച്ചാടനം ചെയ്യാൻ നിങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വന്നാൽ പ്രയോഗിക്കാം. അത് കൈകൊണ്ട് തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് മാറ്റാം. അധികാരം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അധികാരമുള്ള ആളുകൾ എന്താണ്, അവർ അധികാരമാണ് ഉപയോഗിക്കേണ്ടത്. അവർ പ്രസംഗിക്കാൻ പാടില്ല. അത് സംസ്ഥാനവും അതുപോലെ രാജ്യവും ഭരിക്കുന്ന ആളുകൾ എന്താ, നമ്മളെപ്പോലെ പ്രസംഗിക്കല്ല വേണ്ട. അവർ ചെയ്യേണ്ടത് എന്താണ്, അവർ അധികാരം ഉപയോഗിച്ച് തിന്മയില്ലാതാക്കണം. അതുകൊണ്ട് ഏത് എന്താണോ അവരുടെ പവർ, ശക്തി, അത് ഉപയോഗിച്ചാണ് തിന്മയില്ലാതെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമെന്താണ്, നന്മ സ്ഥാപിക്കുകയും തിന്മ തടയുകയും ചെയ്താൽ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം സ്വതക്കയുടെ തന്നെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ദാനം ചെയ്തതുപോലെ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, വഅ്മുറുക ബിൽ മഅറൂഫ് വനഹ്യുക അനിൽ മുൻകരി സ്വദഖ. ഈ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ എന്താണ്, സ്വദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു അങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു സഹായിക്കും. ആ സഹായം എന്താണ്, ഫൽയൻസുറുന്നല്ലാഹു മൻ യൻസുർ. അള്ളാഹു സഹായിക്കും. എന്നിട്ട് ഇങ്ങനെ പറയാൻ, വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ. ഖുർആനിൽ അല്ലാഹു പറയാൻ, ഇത് ചെയ്ത ആളുകളെയാണ് അള്ളാഹു എന്ത് ചെയ്യുക, സഹായിക്കുക. അള്ളാഹുവിനെ സഹായിച്ചവരെ അള്ളാഹ് സഹായിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ സഹായിക്കുന്ന കാര്യം പറയണ ഏതാണ്, വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെയും നശിപ്പിച്ചിട്ടില്ല അവരിൽ ഈ പ്രവൃത്തി ഉള്ള കാലത്തോളം. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അവർ ഈ പ്രവൃത്തി അവരെ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്തോളം അവരല്ലാഹു എന്ത് ചെയ്യില്ല, നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കപ്പലിന്റെ ഉദാഹരണം പറഞ്ഞില്ലേ. കപ്പലിൽ യാത്ര ചെയ്യുന്നു, 2 തട്ടുള്ള കപ്പലാണ്. മുകളിലെ ആളുകൾക്ക് നല്ല ശുദ്ധമായ ജലം കിട്ടുന്നു, താഴെയുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മുകളിലേക്ക് പോകണം. അപ്പൊ താഴത്തുള്ള ഒരാൾ ബുദ്ധി ഉപയോഗിച്ച് പറയണം, എന്തിനാണ് നമ്മൾ മുകളിലേക്ക് റിസ്ക് എടുത്ത് കയറേണ്ടത്, ഈ കപ്പലിനൊരു ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്ക് വെള്ളം കിട്ടൂലേ. അങ്ങനെ ആ കപ്പലിൽ ദ്വാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിലത്തെ ആളുകൾ വിചാരിക്കുക, താഴെയല്ലേ ഓട്ടം ഉണ്ടാക്കുന്നത്, നമ്മളെന്തിനാ തടയാൻ പോകുന്നത് എന്ന് വിചാരിച്ച് തടയാതിരുന്നാൽ കപ്പല് അടിയിൽ ആളുകൾ മാത്രമല്ല മുകളിൽ ആളുകളും മുങ്ങിപ്പോകും. ഇതുപോലെയാണ് തിന്മ സമൂഹത്തിൽ ഉണ്ടായാൽ തടയാതിരുന്നാൽ അതിന്റെ വിപത്ത് നന്മ ചെയ്യുന്നവരെയും എന്ത് ചെയ്യും, ബാധിക്കും. അവർക്കും അതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. ആ ഭവിഷ്യത്തുകൾ ഉണ്ടാവാതിരിക്കാൻ അവർ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഭരണാധികാരികൾ തിന്മ ചെയ്യുന്നു, അതിനെതിരെ പ്രതിഷേധിക്കാത്ത ആളുകൾ ഉണ്ടാവും. വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു, സ്യൂസൈഡ് ചെയ്തു. കാരണം രാവും പകലും ഇരുട്ടും വെളിച്ചവും കാണാതെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് പരീക്ഷ എഴുതിയപ്പോൾ അതൊക്കെ മാനിപ്പുലേറ്റഡ് ചെയ്ത സാധനമാണ് എന്ന് മനസ്സിലായി. ജീവിതം തകർന്നു തോന്നിയപ്പോൾ ആളുകൾ ആത്മഹത്യയിൽ അഭയം തേടി. അന്നേ വരെ ഞാൻ അധ്വാനിച്ചാൽ എനിക്ക് എൻ്റെ കുടുംബത്തിനും സമ്പാദിക്കാം, ബാക്കിയുള്ള കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും തെരുവിൽ വന്നു. ആ തെരുവിൽ ഇറങ്ങിയ ആളുകളൊന്നും ജീവിതത്തിൽ ആദ്യമായി സമരം ചെയ്യുന്നവരാണ് നല്ലൊരു ശതമാനം. അവരുടെ കുട്ടി മരിച്ചു, അതിന്റെ കാരണക്കാരാരാണ് എന്നവർ മനസ്സിലാക്കി. അപ്പോൾ എന്നെ ബാധിച്ചാൽ ഞാൻ സമരം ചെയ്യും, അല്ലെങ്കിൽ പ്രതിഷേധിക്കും. കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അനീതി ചെയ്യുന്ന ഭരണാധികാരിയുടെ മുന്നിൽ പോയി സത്യം വിളിച്ചു പറയും. സത്യം പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഇപ്പൊ പെല്ലറ്റ് ഉപയോഗിക്കും, ചിലപ്പോ തോക്ക് ഉപയോഗിക്കും, ലാത്തി ഉപയോഗിക്കും, കല്ലുപയോഗിക്കും. ഇതൊക്കെ
ലോകത്തെല്ലാ ചരിത്രത്തിലും നീതിയുടെ ഭാഗത്തുനിന്ന് ആളുകൾ ഇത് അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോയിട്ടില്ല. ഏത് പ്രവാചകന്മാരാണ് അവരാരുകൾ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. ആ സമയത്ത് ഈ ആദർശവും ആശയവും എന്താണ് എന്ന് വറഖത്ത് വിശദീകരിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഉണ്ടാവുമായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാലം. നബി അമ്പരന്ന് പോയി. കാരണം ഈ മനുഷ്യന്മാർ അങ്ങാടിയിൽ ഇറങ്ങിയ മുഴുവൻ അൽ അമീൻ എന്ന് വിളിച്ച് ചുറ്റും കൂടിയ മനുഷ്യന്മാരെന്നെ പുറത്താക്കേ, അതൊരിക്കലും നടക്കൂലല്ലോ എന്നാണ് അന്ന് ആര് വിശ്വസിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മക്ക എനിക്ക് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശമാണ്, നീ പുറത്താക്കിയില്ലെങ്കിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മക്കയിൽ നിന്ന് പോകുമായിരുന്നില്ല എന്ന് കണ്ണീരോടുകൂടി പറഞ്ഞ് അർദ്ധരാത്രി മക്ക വിട്ട് മദീനയിലേക്ക് നബി തിരുമേനി പോകേണ്ടി വന്നു. പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. ആ ഏറ്റുവാങ്ങുന്നത് എന്താണ്? എന്നെ ബാധിക്കണ കാര്യമല്ലല്ലോ, എന്റെ കുട്ടിയെ ബാധിക്കണ കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ അത് ബാധിക്കണില്ലല്ലോ എന്ന് കരുതിയാ പോരാ. സമൂഹത്തിലൊരു തിന്മ ഇങ്ങനെ മുളപൊട്ടി വന്നാൽ അതിൻ്റെ എല്ലാ പ്രയാസം അത് ഉണ്ടാക്കിയ ആളെ മാത്രമല്ല, ദോരം കപ്പലിനിട്ട ആളെ മാത്രമല്ല, ആ കപ്പലിനെ മുഴുവൻ എന്ത് ചെയ്യും? അത് ബാധിക്കും. അതൊരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തെ മുഴുവൻ ബാധിക്കും. രാജ്യത്ത് ഇങ്ങനെയുള്ള തിന്മകൾക്ക് നേതൃത്വം നൽകുന്ന ഭരണാധികാരികളാണെങ്കിൽ ആ ഭരണാധികാരികൾ രാജ്യം ഭരിക്കണ കാലത്ത് രാജ്യത്തുണ്ടാവേണ്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അവിടെ അഴിമതികളെ നടത്തൂ, കുറ്റകൃത്യങ്ങളെ വ്യാപിക്കൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ വ്യാപകമാവും. അത് ഭരണാധികാരികൾ എന്തൊന്നു ജാഹിറായി അനീതി ചെയ്യുന്ന മനുഷ്യരായി. അതുകൊണ്ടാണ് അപ്പോ വിദ്യാഭ്യാസമുള്ള ആളുകളെല്ലാം ഹൈ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് ദിവസങ്ങളോളം അവിടെ സമരം ചെയ്ത് തങ്ങളുടെ ഭാവിയെ അങ്കലാപ്പിലാക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ആളുകൾ മതജാതി ഭേദമന്യേ ഈ അനീതിക്കെതിരെ ശബ്ദിക്കാറുണ്ട്. അനീതിക്കെതിരെ ശബ്ദിക്കുമ്പോൾ നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ പല വഴികളുണ്ട്. ആ പല വഴികൾ എന്താണ്? അതിനെ ചേർത്ത് പിടിക്കുക, ഐക്യദാർഢ്യം അർപ്പിക്കുക, അവരുടെ സന്ദേശം ലോകത്തിന്റെ മുന്നിലെത്തിക്കുക, അത് കേൾക്കേണ്ട ആൾ. ഇതിലൊക്കെ എനിക്കും പങ്കാളിയാവാം. എല്ലാവരും എല്ലായിടത്തും പോയി ഇരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ പങ്കാളിയാവുക എന്ന് പറയുന്നത് തിന്മയെ തടയാൻ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ, അല്ലെങ്കിൽ നന്മ സ്ഥാപിക്കാൻ ഒരാൾ പ്രയത്നിച്ചാൽ അവരെ അതിൻ്റെ ആ പ്രയത്നത്തിൽ നമുക്കും പങ്കാളികളാവാൻ പറ്റുന്ന അത്രയും പങ്കാളികൾ. ഇപ്പൊ വിദ്യാഭ്യാസമുള്ള ആളുകൾ സമരം ചെയ്തപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ പൊളിച്ചു കളയാനാണ് തീരുമാനിച്ചത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിൽ UP-യിൽ റാംപൂർ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ ഏകദേശം 38 കെട്ടിടങ്ങൾ പൊളിച്ചു കളയാനാണ്. പൊളിച്ചു കളയാൻ ഉത്തരവാദി ആരാണ്? മുഹമ്മദ് അലി ജൗഹർ. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ബക്കിംഗ്ഹാം പാലസിൽ പോയി പ്രഖ്യാപിക്കാൻ, ബ്രിട്ടന്റെ രാജാവിന്റെ മുന്നിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിക്കാൻ ഈ രാജ്യം തെരഞ്ഞെടുത്ത മനുഷ്യനാണ് ആര്? മൗലാന മുഹമ്മദ് അലി. മഹാത്മാഗാന്ധി പറഞ്ഞു മുഹമ്മദ് അലി പോട്ടെ എന്നാണ് പറഞ്ഞത്. അന്ന് 32 കോടി ജനസംഖ്യ ഈ രാജ്യത്തുണ്ട്. 32 കോടി ജനസംഖ്യയുടെ പ്രതിനിധിയായി അന്ന് ബക്കിംഗ്ഹാം പാലസിൽ പോയിട്ട് മൗലാന മുഹമ്മദ് അലി പറയുന്നുണ്ട്, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ അള്ളയും റസൂലും ഖുർആനുമാണ്, അതുപോലെ എൻ്റെ രാജ്യമാണ്, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ 6 അടി മണ്ണ് തരൂ. എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്തിന്റെ മയ്യത്ത് പോലും കബറടക്കാൻ പാടില്ല. മൗലാന മുഹമ്മദ് അലി ആളുകളെ പിടിച്ചു കുലുക്കി. മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. അവർക്ക് അർഹിക്കുന്ന അംഗീകാരം രാജ്യം നൽകി. അവരുടെ പേരുകൾ അവരുടെ പേരുകൾക്ക്, അവരുടെ പ്രയത്നത്തിന് പല കാലഘട്ടങ്ങളിൽ. അന്ന് മൗലാന മുഹമ്മദ് അലി മരിച്ചു. ആ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ മയ്യത്ത് എവിടെയാണ്? മസ്ജിദുൽ അഖ്സയിലാണ്, ഫലസ്തീനിലാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യത്ത് തന്റെ മയ്യത്ത് ഖബറടക്കരുത് എന്ന് വസിയത്ത് ചെയ്ത ആളാണ്. ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മുഴുവൻ ആളുകളുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വത്തും ഈ രാജ്യത്തിന്റെ മനുഷ്യരെയും കവർന്നെടുത്ത ലോകത്തെ നെറികെട്ടൊരു ഭരണാധികാരിയുടെ മുന്നിൽ ധൈര്യസമേതം സ്വാതന്ത്ര്യം തരൂ, ഇല്ലെങ്കിൽ 6 അടി മണ്ണ് തരൂ എന്ന് പറയാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി തകർക്കുമ്പോൾ രാജ്യം ആദരിച്ച ഒരാൾ കൂടി നമ്മൾ തകർക്കണം.
ഇങ്ങനെ ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടികളിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ തകർക്കുക എന്നതാണ് അതിൻ്റെ ഒരു പോളിസിയായി. ഇങ്ങനെ ബുൾഡോസർ, മോബ് ലിഞ്ചിങ് ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ എന്താണ്? വിശ്വാസികളുടെ പൊസിഷൻ കലിമത്തു അദൽ, കലിമത്തു ഹഖ്, നീതിയുടെയും സത്യത്തിന്റെയും കൂടെ നിൽക്കുക, നീതിയുടെയും സത്യത്തിന്റെയും വാചകങ്ങൾ പറയാൻ ഒരു വിശ്വാസിയുടെ ബാധകം. വിശ്വാസിക്ക് ബാധ്യതയുള്ള കാര്യം അത് നിർവഹിച്ചാൽ ഈ ദീനിന്റെ സംരക്ഷണം നടക്കുകയുള്ളൂ എന്നാണ് സലഫുസ്സാലിഹീങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദീനിന്റെ സംരക്ഷണം എല്ലാ കാലത്തും നിർവഹിക്കുന്നത് നിസ്കരിക്കുന്നവരല്ല, ഇബാദത്തിൽ മുഴുകുന്നവരല്ല, ആബിദീങ്ങളല്ല, മുസ്ലിഹീങ്ങളാണ്. മുസ്ലിഹീങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുക, ദീനിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. ഈ ഉമ്മത്തിന്റെ ദൗത്യം ലോകത്തെവിടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ അനീതിയും അക്രമവും ഉണ്ടായാൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നതിന്റെ രീതി, സംവിധാനം ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാവണം എന്നതൊക്കെ നമുക്കറിയാം. അതിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ ഇത്തരം അനീതിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അനീതിയെ ചോദ്യം ചെയ്യുമ്പോഴും അതുപോലെ അക്രമത്തെ തുടച്ചു നീക്കുമ്പോഴും തിന്മയെ വിഭാടനം ചെയ്യുമ്പോഴും പകരം നന്മയെ, സുന്ദരമായ സൗന്ദര്യമുള്ളൊരു നന്മയെ സ്ഥാപിക്കുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യം പൂർണ്ണമാവുന്നത്. ആ ദൗത്യം നിർവഹിക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീൻ.